പിശാച് വിവിധ നിലകളിൽ ആണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഒരാളെ ഇഷ്ടപ്പെട്ട് പ്രവേശിക്കുന്നു, മാന്ത്രിക ബന്ധനങ്ങളാൽ അതിനെ പ്രവേശിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ പിശാച് ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് ഏതെങ്കിലും നിലയിൽ കയറി പറ്റിയാൽ അവനെ രോഗിയാക്കി തീർക്കുന്നു. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. ചിത്തഭ്രമം ഉള്ളവരാക്കി മാറ്റുന്നു, മരണത്തിലേക്ക് നയിക്കുന്നു. കുഞ്ഞുങ്ങളെ ജനിക്കുവാൻ കഴിയാതെ ഗർഭത്തിലും അത് മരണത്തെ വിതയ്ക്കുന്നു, അപകടങ്ങളുണ്ടാക്കുന്നു. ഇനിയും ധാരാളം തിന്മകൾ ഈ പിശാച് കയറി ചെന്നാൽ ഉണ്ടാക്കുന്നു. ഇതിൽ ചിലത് നമ്മൾ സാധാരണ നമ്മളെ സംബന്ധിച്ച് യേശുവിനേക്കാൾ ദൈവത്തിനും എല്ലാം സാധ്യമാണ്. ഏത് പൈശാചിക ശക്തിയും ഏത് ദുരാത്മാക്കളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തന്നെ അത് മാറിപ്പോകുന്നു. ചിലപ്പോൾ നമ്മൾ അത്രയും ബലവാന്മാരല്ല ആത്മീകമായിട്ടെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് മാറ്റേണ്ടി വരുന്നു, ചിലപ്പോൾ ഉപവസിച്ച് മാറ്റേണ്ടതായി വരുന്നു. ആ സന്ദർഭങ്ങൾ വരെ എത്തുന്നതായ പിശാചിൻ്റെ പ്രവേശം ശരീരത്തിൽ നമുക്കനുഭവിക്കാൻ കഴിയുന്നു. പിശാച് കയറിയാൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു. ഇനി ഈ പിശാച് മാറുമ്പോൾ ഏത് കഠിന രോഗങ്ങളും മാറിപ്പോകുന്നു. പിശാചിനാലുണ്ടായാൽ രോഗങ്ങൾ പല വിധത്തിലുണ്ടാകാറുണ്ട്. പിശാചിനാലുണ്ടാകാറുണ്ട്, ശാപത്താലുണ്ടാകാറുണ്ട്, പാപത്താലുണ്ടാകാറുണ്ട്. രോഗം രോഗാണുക്കളാൽ ഉണ്ടാകാറുണ്ട്. പ്രകൃതി സംബന്ധമായ സാഹചര്യങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ രോഗങ്ങൾ പല നിലയിൽ ഉണ്ടാകാറുണ്ട്, പല നിലകളിൽ. അതിൽ ഒന്നാണ് പിശാചിനാൽ ഉണ്ടാകുന്ന രോഗം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരിക്കൽ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് ആ പിശാച് വയലൻ്റായി. ചില പോസ്റ്റുകൾ കാണിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആ പിശാച് പറഞ്ഞു, എന്നെ ഈ ശരീരത്തിൽ നിന്നും പറഞ്ഞയക്കരുത്. ഞാൻ ഇവരുടെ ശരീരത്തിൽ രക്തത്തിലും മാംസത്തിലും അസ്ഥിയിലും കലർന്നിരിക്കുകയാണ്. എന്നെ വേർപിരിവിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് നിലവിളിക്കാണ്ടായി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു പൈശാചികമായ പ്രയാസമാണ്. ഇവരെ
ഒരിക്കൽ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നവരാണ്. അപ്പോഴൊക്കെ ഈ പൈശാചിക ശക്തിയെ മാറ്റുന്നതിന് വേണ്ടി അവർ ധാരാളം കർമ്മങ്ങളും മന്ത്രങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തു. അനേക ക്ഷേത്രങ്ങളിൽ ചെന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്തു. ആ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊരു സഹോദരിയാണ്. ഈ സഹോദരി അവരുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളറയിലേക്ക് കയറി ചെല്ലും. അവിടുത്തെ പൂജാരിമാർ അവരെ തൊഴുന്നതായ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അവർ പറയും, ഇതിനെ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ഇതിനെ മാറ്റാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കുടിയിരുത്താനായിട്ട്, ആ പിശാചിനെ കുടിയിരുത്താനായിട്ട് അവരുടെ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു റൂം കെട്ടി അവിടെ ഇരിക്കുന്ന അവർ മറ്റു വരുന്ന സാധാരണക്കാർക്ക് അവരുടെ ഭാവി പ്രവചിക്കുന്ന ഒരു റൂമുണ്ടാക്കി. അങ്ങനെ അവിടെ ആളുകളൊക്കെ വരാൻ തുടങ്ങി. ആ നിലയിൽ അവരായിരിക്കുമ്പോൾ അവിടെ കുടുംബജീവിതം ഒരിക്കലും ശരിയാകുകയില്ല. ഇവർ 40 ദിവസമൊക്കെ ഉപവാസം ഇരിക്കും. അന്ന് കദളിപ്പഴവും പാലും മാത്രമേ കഴിക്കുകയുള്ളൂ. വേറെ ആരും അടുത്ത് വരാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളതായ ചിട്ടകൾ അവർ വയ്ക്കുമായിരുന്നു. എന്തായാലും ഇവരുടെ കുടുംബം ആകെ തകർന്ന അവസ്ഥയിലാണ് ആലയത്തിലേക്ക് വരുന്നത്. ഏതായാലും ദൈവം തരുന്ന നിയോഗപ്രകാരം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി സഭയായി ഇരുന്ന് ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇത് തന്നെയാണ്: ഞാനിവളുടെ രക്തത്തിലും മാംസത്തിലും അസ്ഥിയിലും കലർന്നുപോയി, എന്നെ വിടുവിക്കാൻ ആർക്കും കഴിയില്ല, അതിന് ശ്രമിക്കരുത് എന്നുള്ളതായ പഴയ പല്ലവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇതെങ്ങനെയാണ് ഇവളുടെ ഉള്ളിൽ കയറിയത്? കുറേ ദിവസമൊന്നും അത് പറയുമായിരുന്നില്ല. അപ്പോൾ അവരുടെ ഭർത്താവും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഹിന്ദുവാണ്. പിന്നെ അദ്ദേഹവും വരാൻ തുടങ്ങി. അദ്ദേഹം വന്ന് പറഞ്ഞു, പാസ്റ്റർ, ഇത് ഞാൻ എത്രയോ രൂപ ചെലവാക്കിയിട്ടും എനിക്കറിയാവുന്ന മുസ്ലിം പൂജാരിയുടെ അടുക്കൽ പോയി, ഹൈന്ദവ പൂജാരിയുടെ അടുക്കൽ പോയി, പിന്നെ ഈ ക്രിസ്തീയ സ്ഥലങ്ങളിലൊക്കെ ഈ ഫോട്ടോകൾ വെച്ച് പൂജിക്കുന്ന അവിടെയൊക്കെ പോയി ഞാൻ കണ്ടമാനം പണം ചിലവാക്കിയതല്ലാതെ എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറയുവാനുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് ഇതിൽ വിശ്വാസമില്ലാതെയായി മാറി. എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഈ പിശാചിളകി പറഞ്ഞു, ഞാൻ പറയാം, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഈ ശരീരം വിട്ടു പോകില്ല, എന്നാലും ഞാൻ കയറിയ വിധം പറയാം. ഞാൻ ഇതുവരെയും അതാർക്കും പറഞ്ഞിട്ടില്ല. ഈ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു. അപ്പോൾ ഈ കുട്ടി മെച്ചുറായതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം
കൃഷിക്ക് വെള്ളം കോരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ താഴെ വെള്ളം കോരിയാണ് അവരങ്ങനെ കൃഷി ചെയ്തൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം അന്ന് ഈ കാക്കോട്ട എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ പമ്പ് സെറ്റും ഒന്നുമില്ല. കാക്കോട്ട എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. അതിൽ വെള്ളം കോരിക്കൊണ്ട് 2-3 പ്രാവശ്യം കോരിക്കൊണ്ട് വെള്ളരി കൃഷിക്ക് ഒഴിച്ചതിന് ശേഷം അവർ കുളത്തിലേക്ക് വന്നപ്പോൾ നല്ല സുഗന്ധമടി നോക്കിയപ്പോൾ ഒരു സോപ്പിൻ്റെ മണമാണ്. അവർ വീണ്ടും നോക്കിയപ്പോൾ ഒരു സ്ത്രീ അവിടെ കുളിക്കുന്നു. ഇവർക്ക് പെട്ടെന്ന് തോന്നി ഇത് ഇന്നയാളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് സോപ്പ് തേച്ച് കുളിച്ചിട്ടും ഒരുപാട് ദിവസങ്ങളായി എന്ന് മാത്രമല്ല, അന്ന് 10 പൈസയ്ക്ക് കിട്ടുന്ന ഈ തുണി അലക്കുന്ന സോപ്പ് കൊണ്ടാണ് കുളിക്കുന്നത്. അപ്പോൾ ഈ മണമുള്ള സോപ്പ് കിട്ടിയപ്പോൾ അവൾ വിചാരിച്ചു, ഇവളുടെ സോപ്പാണല്ലോ, നമുക്കും കൂടെ എടുത്ത് കുളിക്കാം എന്ന് പറഞ്ഞ് കാക്കോട്ട അവിടെ വച്ചിട്ട് കുളത്തിൽ ചെന്ന് ഒന്ന് മുങ്ങി അവൾ എണീറ്റ് വന്ന് സോപ്പ് നോക്കുന്നു. സോപ്പിനെയും കണ്ടില്ല, ആളെയും കാണാനില്ല. അന്നു മുതൽ ഇവളുടെ ഉള്ളിൽ, ഇവൾക്ക് നല്ല മുടിയൊക്കെ ഉള്ള ഒരു അകാരപണിവുള്ള ഒരു പെൺകുട്ടിയാണ്, ഇവളുടെ ഉള്ളിൽ ആ പൈശാചിക ശക്തി കയറി എന്നാണ് അത് പറയുന്നത്. ഇതുപോലെ പല പൈശാചിക ശക്തികളും ശരീരങ്ങളിൽ ചിലരുടെ മുടി കണ്ടിട്ട്, ചില പയ്യന്മാരുടെ നല്ല ദൃഢഗാത്രരായ ആ പയ്യന്മാരുടെ ശരീരം കണ്ടിട്ട് ഒക്കെ കയറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മന്ത്രവാദത്തിലൂടെ ഭയങ്കരമായ ഭദ്രകാളി, മാടൻ, കൊലമാടൻ, ചുടലമാടൻ എന്ന് വേണ്ട 100 കണക്കിന് പേരുള്ളതായ ഒരേ പൈശാചിക ശക്തികൾ തന്നെ അത്. പല പേരുകൾ പറഞ്ഞ് വന്ന് ഉപദ്രവിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ പൈശാചിക ശക്തികൾ ചിലതിനോട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറഞ്ഞാൽ അത് വിട്ടുപോകുന്ന ചില സാത്താന്യ ശക്തികളുണ്ട്. അതിനെ പ്രാർത്ഥിച്ചാൽ മതി. ഒരു കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി പ്രാർത്ഥിച്ചാൽ അതങ്ങ് പോകും. അല്ലെങ്കിൽ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചാൽ അങ്ങ് പോകും. പക്ഷെ ചിലത് അങ്ങനെ പോകാറില്ല. ഞാനതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് ഒരനുഭവം എന്നുള്ള വണ്ണം ഞാൻ പറയുന്നത്, നമ്മുടെ പുരയിടത്തിൽ ഒരു കള്ളൻ കയറുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില കള്ളന്മാരങ്ങ് സ്ഥലം വിടും. ചില കള്ളന്മാർ അവിടെ നിന്ന് കറങ്ങി ഇന്ന അളവസ്തുവല്ലേ സ്വകാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകും. ഇനിയൊരു ടൈപ്പുള്ളത്, അത് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ താമസിക്കേണ്ടത് തന്നെ, നിനക്കെത്തി പോരോ വസ്തു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളൊന്നും ഇറങ്ങി രണ്ട് തേങ്ങയല്ലേ ഞാൻ എടുത്തുള്ളൂ, അതിപ്പോൾ ഞാനിനിയും എടുക്കും എന്ന് പറഞ്ഞ് നീ പോലീസിൽ കൊണ്ട് കേസ് കൊടു, നമുക്ക് അവിടെ വച്ച് കാണാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി
അത് വീണ്ടും മോഷണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതികൾ. ഈ സഹോദരിക്ക് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ശരീരത്തിലൊരു മുഴയുണ്ടായി. അതിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അവർ പ്രാർത്ഥനയ്ക്കായി വരുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മുഴ അങ്ങ് മാറി എന്ന് അവർ തന്നെ സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ ശരീരത്തിൽ മോഹിച്ച് വരുന്ന ദുഷ്ടാത്മാക്കൾ സാധാരണ പോകാറില്ല. അത് അവകാശം പറഞ്ഞ് ഈ ശരീരം എൻ്റേതാണ് എന്ന് പറഞ്ഞ് നിൽക്കാറുണ്ട്. അതിന് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. തുടർന്നാൽ ദൈവം അനുവദിച്ചാൽ ചില സാക്ഷ്യങ്ങൾ അതിനുശേഷവും പറയാം. അത് നമ്മുടെ തലമുറകൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നാട്ടുകാരിൽ ചിലരൊക്കെ പറഞ്ഞു, ഈ പിശാചിനെ ഒന്നും മാറ്റാനൊക്കില്ല, ഇത് മാറിപ്പോവില്ല, ഇത് കുടുംബപരമായി ഉള്ളതാണ്, അങ്ങനെ മാറ്റുന്ന ഒരു ദൈവം കൊണ്ടുവന്ന് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ചില നാളുകൾക്ക് ശേഷം ഈ സഹോദരിയിൽ നിന്ന് ആ പിശാചിൻ്റെ ശക്തി മാറിപ്പോകുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ രാത്രികാലങ്ങളിൽ അവർ സ്വപ്നം കാണുന്നു, ആരുടെയോ കൈ വന്ന് ഈ കുഞ്ഞിനെ പിഴിയുന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ അബോർഷനായി കഴിഞ്ഞിരിക്കും. ചിലരെ അപകടത്തിൽപ്പെടുത്തി കൊല്ലുന്ന പിശാചുണ്ട്, അപകടം ഉണ്ടാക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. ഇങ്ങനെ വിവിധ നിലകളുള്ള പിശാചുക്കൾ ഉണ്ട്. എല്ലാം ഇപ്പോൾ ഈ യൂട്യൂബിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാനിതിനെ ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനുശേഷവും കർത്താവ് അനുവദിച്ചാൽ ചില കാര്യങ്ങൾ പറയാം. എല്ലാ രോഗവും രോഗമല്ല, എല്ലാ പിശാചിൻ്റെതുമല്ല, എല്ലാം ഉണ്ടാകാം. ചിലത് എത്ര ചികിത്സിക്കാലും മതി വരുന്നില്ലെങ്കിൽ, അത് സുഖപ്പെടുന്നില്ലെങ്കിൽ, വാർദ്ധക്യകാല അസുഖങ്ങളൊന്നുമല്ല പറയുന്നത്. പിശാചിനാൽ വരുന്ന രോഗങ്ങൾ പിശാച് മാറിയാൽ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് മാറുകയുള്ളൂ, അല്ലെങ്കിൽ മരണത്തിന് ഇടയാക്കും. ഞാൻ മനോരമ പത്രത്തിൽ ആയിടയ്ക്ക് ഒരു വാർത്ത കണ്ടു. കൊച്ചി രാജാവിൻ്റെ മകൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. Low battery. Please charge. അപ്പോൾ അദ്ദേഹം ഭയങ്കര വേദനയിലായി. എങ്ങനെയും എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം. അദ്ദേഹം ഒരു വിളംബരം ചെയ്തു, ഏതെങ്കിലും മന്ത്രവാദികളോ പൂജാരികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. അതുകൊണ്ട് അതിന് വിദഗ്ധരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. അനേക പേര് വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഇതിനെ ഒഴിപ്പിക്കാനായിട്ട് കഴിയില്ല, ഇതിവരുടെ ശരീരത്തിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മലബാർ അന്നത്തെ സംസ്ഥാനത്തെ ഒരു രാജാവിൻ്റെ
ഒരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനെ ഒഴിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ Low battery. പൂജ തുടങ്ങിയ Please അന്ന് charge. തന്നെ ഈ പിശാച് വെളിപ്പെട്ടു. ഇത് മനോരമയിൽ വന്ന വാർത്തയാണ്. വെളിപ്പെട്ട് ആ പൂജാരിയോട് പറഞ്ഞു, ദയവ് ചെയ്ത് നീ എന്നെ വെറുതെ വിടണം. നിൻ്റെ പൂജയ്ക്ക് മുമ്പിൽ ഞാനൊന്നുമല്ല. നീ പൂജിച്ചാൽ ആ മന്ത്രത്തിന് ഞാൻ അടിമയാണ്. അതുകൊണ്ട് എന്നാൽ ഈ ശരീരത്തിൽ നിന്ന് പോകാനും എനിക്ക് കഴിയില്ല. അതിന് കാരണം ഞാനിവളുടെ രക്തത്തിലും മാംസത്തിലും അസ്ഥിയിലും കലർന്നിരിക്കുകയാണ്. എന്നെ വിടിവിപ്പിക്കരുത്, ഞാൻ ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് Low battery. പറഞ്ഞു. Please charge. ഇദ്ദേഹം പറഞ്ഞു, മന്ത്രം വലുതാണോ ദൈവം വലുതാണോ? എൻ്റെ മന്ത്രത്തിനത് ശക്തിയുണ്ട്, നിന്നെ ഞാൻ വിടുവിക്കും. പിശാചും പറഞ്ഞു, അത് ശരിയാണ്, മന്ത്രത്തിനാണ് ശക്തി. എന്നെ നിനക്ക് തകർക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ എന്നെ തകർക്കുകയാണെങ്കിൽ നിന്നെ ഞാനും തകർക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ വാദപ്രതിവാദമായി അവസാന ദിവസത്തെ ഹോമകുണ്ഡം ഒരുക്കി. പഴമക്കാരിതാരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. ഹോമകുണ്ഡം ഉണ്ടാക്കി തീ കത്തിച്ചു. ആ പെൺകുട്ടിയെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി. Low battery. പൂജാരി Please charge. പൂജ ആരംഭിച്ചു. അപ്പോഴും ആ പെൺകുട്ടിയിലൂടെ പിശാച് പറഞ്ഞു, ഞാൻ മാത്രം പോവുകയില്ല, ഞാൻ ഇന്ന ശക്തിയാണ്, അതുകൊണ്ട് നിന്നെയും കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് നടക്കില്ല, ഞാൻ നിന്നെ നശിപ്പിക്കും ഈ ഹോമകുണ്ഡത്തിലെന്ന് പറഞ്ഞു. ഹോമം ഏകദേശം തീരാറായപ്പോൾ ഈ പൂജാരി അവസാന മന്ത്രവും പറഞ്ഞ് ഹോമകുണ്ഡത്തിൽ ഭസ്മം വാരി വിതറുമ്പോൾ ഈ പെൺകുട്ടി അവിടെ മലർന്നടിച്ച് വീണു. പെട്ടെന്ന് ഈ പൂജാരിയുടെ കാല് തെറ്റി ഹോമകുണ്ഡത്തിലേക്ക് പതിച്ചു. Low battery. Please charge. ഞാൻ ഈ സംഭവം ഓർത്തു. ദൈവമക്കളെ, ദൈവം എന്ത് അത്ഭുതകരമായിട്ടാണ് പരിപാലിക്കുന്നത് എന്ന്. ദൈവമക്കളെ, ഈ പൈശാച ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. സൗകര്യമുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഈ ഭാഗങ്ങൾ. സർവശക്തൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇതിൻ്റെ സകല മാനവും പുകഴ്ചയും അവിടെ നിന്ന് മാത്രം സ്വീകരിക്കണമേ. ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, Low battery. Please charge. പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അത് ചെയ്യുന്നത്. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനവും പുകഴ്ചയും മഹത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. യേശുനാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ.